ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ ഓഫ് ഡേ ആണ്. നത്തിങ് ടു ഡു സ്പെഷ്യൽ, സിംപ്ലി ടേക്കിംഗ് റെസ്റ്റ്. പിന്നെ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എടുത്തെടുത്ത് വരുമ്പോഴത്തേനും ഡേ ഇൻ മൈ ലൈഫ് ആകുമോ, ഡേയ്സ് ഇൻ മൈ ലൈഫ് ആകുമോ എന്നൊന്നും അറിയത്തില്ല. ലെറ്റ്സ് സീ. പിന്നെ എന്തുണ്ട് വിശേഷം? ഇന്നിപ്പം അത്യാവശ്യത്തിന് പ്രത്യേകിച്ച് പുറത്തു പോകേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. പുരുകൊന്ന് ത്രെഡ് ചെയ്യണം എന്നുണ്ട്. എൻ്റെ മടി പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോവില്ല. ശരി, പൊയ്ക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകും. പിന്നെ കാട് പോലെ വളർന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ആകെ എണ്ണമയം പിടിച്ചിരിക്കുന്ന പോലെ എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അതെ, യെസ്റ്റർഡേ വാസ് മൈ സെൽഫ് പാമ്പറിങ് ഡേ. എൻ്റെ സെൽഫ് പാമ്പറിങ് ഡേ ആയിരുന്നു. എണ്ണയൊക്കെ വെച്ച് ഓയിൽ മസാജൊക്കെ ചെയ്ത് ഞാൻ മുഖത്ത് എണ്ണ തേക്കും കേട്ടോ. ചിലവർ പറയും മുഖത്ത് എണ്ണ തേച്ച് കഴിഞ്ഞാൽ മുഖം ഭയങ്കര ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം വേർത്ത് കുളിച്ച പോലെ ഇരിക്കുന്നു. പക്ഷേ എനിക്ക് ഈ ഡ്രൈ സ്കിന്നാണ്. പണ്ട് ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞല്ലോ, എനിക്ക് മുന്നേ ഓയിലി ആയിരുന്നു എൻ്റെ ശരീരവും ഫേസും ഒക്കെ. പിന്നീട് എനിക്കൊന്ന് ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം അത് ഡ്രൈ സ്കിന്നായിട്ട് പോകാൻ തുടങ്ങി. സോ ഞാൻ എന്താക്കി, എല്ലാ ദിവസവും ഞാനിപ്പം ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഫേസിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഓയിലി സ്കിന്നുകാർക്ക് വേണ്ട, അല്ലാതെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് നല്ലതാണ്. എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഫേസിൽ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം. ഒരിടക്കാലത്ത് ചെയ്യത്തില്ലായിരുന്നു, പിന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, എനിക്കിങ്ങനെ നമ്മുടെ ബോഡിക്ക് തന്നെ ഒരു സമാധാനം, നമ്മുടെ ശരീരം തന്നെ ബ്രീത്തിങ് അവർക്ക് എളുപ്പമാവും, ഫീൽ ഫ്രഷ് എന്നൊക്കെ ഉള്ളൊരു സംഭവം തോന്നും. പിന്നെ മുഖത്തെ കുരുക്കൾ, അതും പെട്ടെന്ന് വന്ന കുരുക്കളാണ്, നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. പണ്ടൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മൈൻഡ് ചെയ്യും, അയ്യോ എൻ്റെ മുഖത്ത് കുരു വന്നേന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മൈൻഡ് ചെയ്യാറില്ല. വന്നാൽ വരും, പോയാൽ പോകും. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വരട്ടെ, ഇഷ്ടമുള്ളപ്പോൾ പോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. പിന്നെന്നാ, അപ്പോൾ നോക്കട്ടെ, എന്തെങ്കിലും സ്പെഷ്യൽ ബൈറ്റ്സൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ ബിറ്റുകളെടുക്കാൻ പറ്റുമെങ്കിൽ ബിറ്റുകളെടുക്കാം. ബൈ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടിന് പഴമാണ്. പക്ഷെ പഴമില്ലാത്തത് കൊണ്ട് ഇന്ന് തൊട്ടടുത്ത് ഒരു കടയുണ്ട്, അവിടുന്ന് റോബസ്റ്റ പഴമൊക്കെ വാങ്ങിച്ച് ഞാനിങ്ങനെ ലല്ലെല്ലാം പാടി നടക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് കുറേ കടകളുണ്ട്, കുറേ മരങ്ങളുണ്ട്. അതുകൊണ്ട് രാവിലത്തെ നടത്തം നല്ല രസമാണ് കേട്ടോ, ഒരു വൈബാണ്. പിന്നെ കുറേ ബദാം കായ് കിടപ്പുണ്ട്. സോളു പപ്പയും ചോളു കയറട്ടെ. ഏത്തങ്ങ റോബസ്റ്റ പഴവും. ഹായ്, അയ്യോ അതെ ഒരു ഇത്, പക്ഷെ ഇത് കൊള്ളാം. പുരുകം ത്രെഡ് ചെയ്യാം എന്ന് ഞാൻ തീരുമാനത്തിലെത്തി. ഇങ്ങനെ ഞാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെയൊക്കെ തെന്നി കിടക്കുവാണേ. അപ്പോൾ ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ട് സംസാരിച്ച് പോയാൽ ചിലപ്പോൾ വണ്ടർല റൈഡിൽ കയറിയ പോലെ ഇരിക്കും. ഇങ്ങനൊരു മൂഡ് കയറി പോകുമ്പോഴാണ് എൻ്റെ പുരുകം ത്രെഡ് ചെയ്യലൊക്കെ നടക്കുന്നത്. ഇല്ലെങ്കിൽ മടി പിടിച്ച് ഞാൻ പിന്നെയും തീരുമാനം മാറ്റും. വേഗം പോട്ടെ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഴയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ ജാക്കറ്റ് എടുത്തത്. പക്ഷെ നോക്കി കുറച്ച് കഴിഞ്ഞപ്പം ഭയങ്കര വെയിൽ, ഒരു രക്ഷയില്ലാത്ത വെയിൽ. അപ്പം ഞാൻ എൻ്റെ പുരുകം ത്രെഡ് ചെയ്യുന്നത് എപ്രാവശ്യവും പറയുന്ന പോലെ
ഷേർലീസ് ബ്രൈഡൽ സ്റ്റുഡിയോ ഉണ്ട്, അതും ഞങ്ങളുടെ തൊട്ട് വീടിൻ്റെ അടുത്ത് തന്നെ. അതുകൊണ്ട് എനിക്ക് നടന്ന് അങ്ങോട്ട് കയറി പുരുക്കമൊക്കെ ത്രെഡ് ചെയ്യേണ്ട സമയം അത്രേ ഉള്ളൂ. ഞാനിങ്ങനെ പറമ്പിൽ കൂടെ ഉലാത്തി നടക്കുകയാണ്. കൂട്ടത്തിൽ ഞങ്ങളുടെ സോളു ഉണ്ട്. സോളു ഹായ്, മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ പുറത്തൊക്കെ പോയി തിരിച്ച് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ ഏരിയ ഭയങ്കര ഗ്രീനറി ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരു സിറ്റി സൈഡാണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ളത് ഈ കോമ്പൗണ്ടിൻ്റെ പുറത്തിറങ്ങിയാലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറമ്പ് ഞാൻ മുന്നേ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. തെങ്ങുണ്ട്, വാഴയുണ്ട്, ആഞ്ഞിലിയുണ്ട്, മാവുണ്ട്, ജാതിയുണ്ട്. പിന്നെ ഒരു സൂത്രം കാണിച്ചു തരാം. ഇതും ഞാൻ മുന്നേ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇതാ സോളു, ഈ ഒരു ഇല കണ്ടോ, ഇതൊരു സൈസ് ചീരയാണ് കേട്ടോ. ഈ ചീര തോരൻ വെച്ച് കഴിക്കും. ഇതിനൊരു പേരുണ്ട്, പേര് ഞാൻ മറന്നുപോയി. പിന്നെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ഒരു മരമുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പണി പാളും. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേന് വീട്ടിൽ ചോറ് വെക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ കറിയാണ്, ഉണക്കമീൻ വാഴക്കയിട്ട മുളക് കറി. എൻ്റെ അമ്മേ, ആ കറി ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട. അത് വളരെ ടേസ്റ്റി ആയിട്ട് എൻ്റെ വീട്ടിലുണ്ടാക്കും. എന്തേ തുമ്മിക്കൊണ്ട് നടക്കുന്നേ, മണ്ണ് മാന്തരുത്. അപ്പോൾ അതും വാഴയ്ക്കാൻ മെഴുക്ക് വരട്ടി പോരെ. അത് പോരടാ, വേറെ എന്തിനാ വേറെ കറിയൊക്കെ. ഇനി ഒരു ദിവസം എൻ്റെ വീട്ടിൽ വാഴയ്ക്കയും മീനും ഒക്കെ ഇട്ട് മുളക് കറി വെക്കുമ്പോൾ ഞാനത് വ്ളോഗാക്കാം കേട്ടോ. ഇന്ന് അതിനുള്ളൊരു സമയം കിട്ടിയില്ല. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ പറമ്പിൽ നിന്നൊന്ന് കയറട്ടെ. ഫുൾ കൊതുക്. നമ്മുടെ പറമ്പിലെ മരങ്ങളെ പരിചയപ്പെടുത്തിയ അല്ലെങ്കിൽ ചെടികളെ പരിചയപ്പെടുത്തിയ സമയത്ത് 2 പേരെയും പരിചയപ്പെടുത്താൻ മറന്നുപോയി. അല്ല, 3 പേരെ. ഫ്രണ്ടിൽ നിൽക്കുന്ന 3 പേരുണ്ട്. അവരെയും കൂടെ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഈഗോ അടിച്ചാലോ. സോ തെന്നി വീഴല്ലേ. നോക്ക്, നമുക്ക് മുരിങ്ങയിലുണ്ട്. എവിടെ? മുരിങ്ങയുണ്ട് ഗൈസ്. ഈ മുരിങ്ങ ഇടയ്ക്കിടയ്ക്ക് ഒടിഞ്ഞു വീഴും കേട്ടോ. ഒരു ശക്തിയില്ലാത്ത മുരിങ്ങയാണ്. പിന്നെ അയ്യോ, വെറ്റക്കൊടിയുണ്ട്. വെറ്റക്കൊടി ഇതോ കാണാൻ പറ്റുമോ എന്തോ, ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. നമ്മുടെ വെറ്റക്കൊടി ഇങ്ങനെ. പിന്നെ മണ്ട പോയ കവുങ്ങുണ്ട്. വെറ്റക്കൊടി ഇങ്ങനെ ഇപ്പുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ പരിചയപ്പെടുത്താറുള്ള പ്ലാവുണ്ട്, വിയറ്റ്നാം പ്ലാവ്. പ്രാവശ്യം നന്നായിട്ട് കഴിച്ചു. ചക്കയെല്ലാം കഴിഞ്ഞു. പക്ഷേ ഇപ്രാവശ്യം മാവ് വൻ ശോകമായിരുന്നു. ഇതാണ് നുമ്മ പറഞ്ഞ ആള്. ഉണക്കമീനും കായും. ഒരു കായ എടുക്കത്തുള്ളൂ. ഇത് കണ്ടോ, മീനെ കണ്ടോ? ഈ മീനിൻ്റെ പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യാം. ഉണക്കമീനാണ്. സ്രാവ്, നങ്ക്, പിന്നെന്താണ് മാന്തളിര്. ഇതിൻ്റെ പേര് മാന്തളിരല്ല, എനിക്ക് പേരറിഞ്ഞൂടാ, മറന്നുപോയി. അപ്പോൾ ഈ മാന്തളിരിന് പോലത്തെ മീനിനെ നമ്മൾ കുറച്ച് നേരത്തേന് വെള്ളത്തിലാക്കി വെക്കും. ഒരുപാട് ഉപ്പ് കളയത്തില്ല കേട്ടോ. എന്നിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. ഈ കറി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരുടെയും വീട്ടിൽ അമ്മമാരുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതുണ്ടാക്കിയ ആളെന്ന് പറയുന്നത് എൻ്റെ ഫാദർജിയാണ്. ഫാദർജിക്ക് ഇങ്ങനത്തെ നോൺ വെജ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനും പുതിയ ഐറ്റംസ് ട്രൈ ചെയ്യാനും ഒക്കെ ഭയങ്കര കഴിവാണ്. അപ്പോൾ ഒരു വാഴയ്ക്ക നമ്മൾ മീൻകറിക്കകത്തിട്ട്, ഒരു വാഴയ്ക്ക നമ്മൾ കുരുമുളകിട്ട് തോരനും വെച്ച്. എൻ്റെ ഓഫ് ഡേയുടെ ഒരു പയ്യ അവസാനത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഓഫ് ഡേ. എല്ലാ ദിവസവും എല്ലാ ഓഫ് ഡേയ്സും ഒരുപോലെയല്ല, വ്യത്യാസം ഉണ്ടാവും. ഇന്നത്തെ എൻ്റെ ഓഫ് ഡേ എങ്ങനെയാണ്, എനിക്ക് ബുധനാഴ്ച ദിവസമാണ് ഓഫ് ഡേ. ചൊവ്വാഴ്ച നൈറ്റ് ഓഫ്, ബുധനാഴ്ച വീക്ക് ഓഫ്. സോ വീക്ക് ഓഫ് എന്നൊക്കെ പറയുന്നത് ചില സമയത്ത് നിലത്ത് കാല് കുത്താനുള്ള ഒരു ടൈം ഉണ്ടാവത്തില്ല. ചില സമയത്ത് പഴം ദിവസമായിരിക്കും. ചില സമയത്ത് ചില ഓഫ് ഡേ വന്നിട്ട് ഇങ്ങനത്തെ ഓഫ് ഡേയ്സൊക്കെയാണ്. പാതി വീട്ടിലും പാതി പുറത്തു പോകേണ്ട ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ പുറത്തു പോകും.
ഇങ്ങനത്തെയൊക്കെ ഒരു സിമ്പിൾ അടിപൊളിയായിട്ടുള്ളൊരു ഓഫ് ഡേ. പിന്നെ എന്ത് ഓഫ് ഡേ ആണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ഫാമിലി എണ്ണ തേച്ച് കുളിക്കുന്നതിൽ വിദഗ്ധരാണ്. അത് എൻ്റെ ഓർമ്മ വെച്ച സമയം തൊട്ടേ ഞങ്ങൾ അങ്ങനെയാണ്. അത് നോർമൽ വെളിച്ചെണ്ണ തേക്കും. പക്ഷേ നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം ത്രിവേണിയിലെ അവിടുത്തെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ വഞ്ചൂർ കോടതിയുടെ അടുത്ത് തന്നെ ത്രിവേണിയുണ്ട്. അടുത്ത മഴയ്ക്ക് വേണ്ടിയിട്ടാണ്. സോ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് നിന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് ഗ്രീനറിയൊക്കെ ആസ്വദിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഒരു വൈബാണ്. എൻ്റെ മുഖത്ത് ഞാൻ ഈ ഓയിൽ അപ്ലൈ ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. പ്രശ്നമൊന്നുമില്ലല്ലോ. ഡ്രൈ സ്കിന്നുകാരും ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഓയിലി സ്കിന്നുകാർക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എണ്ണ അപ്ലൈ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫേസ് എക്സസൈസ് ഒക്കെ ഉണ്ട്. ഞാൻ തന്നെ കണ്ടുപിടിച്ച ഫേസ് എക്സസൈസ്. അത് എല്ലാവരും ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. വരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി വരുന്നു. ഓക്കെ, ബായ്. അങ്ങനെ കുളിയും ജോബും എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വീണ്ടും ഗ്രീനറി പിടിച്ച് ചെയ്യാൻ വന്നതാണ്. നല്ല മഴ പെയ്യാൻ പോവാണ്, പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. ഇതിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായിരിക്കും ചില ബിസി ഡേയ്സ്, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കൊച്ചു ചാനലാണ്. അങ്ങനെ എല്ലാ ദിവസവും ഐതിഹാസികമായി എന്തെങ്കിലുമൊക്കെ ചരിത്രം സംഭവിക്കുന്ന ഒരു ചാനലൊന്നും അല്ല. വളരെ നോർമലായിട്ടുള്ള ഒരാളുടെ ലൈഫ്. ഇത്രയൊക്കെയാണ്. 12 hours ഡ്യൂട്ടിയുള്ള, പിന്നെന്താ സ്പ്ലിറ്റ് ഓഫൊക്കെ ഉള്ള, ഇങ്ങനെ റൗണ്ട് ഓഫ് ക്ലോക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരാളുടെ ലൈഫ്. കുറേ ലൈഫുകളുണ്ട്. അതിൽ ഒരു ലൈഫ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ചില ലൈഫിലെ ആൾക്കാർ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഓഫ് കിട്ടുമ്പോൾ വീട്ടിലോട്ട് ഓടുന്ന, വീട്ടുകാരെ കാണാൻ ആഗ്രഹിക്കുന്ന, പിള്ളേരെ കാണാൻ ആഗ്രഹിക്കുന്ന, വൈഫിനെ കാണാൻ ആഗ്രഹിക്കുന്ന, ഹസ്ബൻഡിനെ കാണാൻ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ലൈഫാണ്. അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ സുഖജീവിതമാണ്. ഓഫ് കോഴ്സ് സമാധാനം ആണ് നമുക്ക് ഏറ്റവും വേണ്ടത് ആണല്ലോ. അപ്പോൾ അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം കേട്ടോ. അടുത്ത വ്ലോഗ് ഹോപ്പ്ഫുള്ളി മേ ബി ഒരു കുക്കിംഗ് വ്ലോഗ് ആയിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. ലെറ്റ്സ് സീ. അപ്പോൾ അത്രയേ ഉള്ളൂ. അതുവരേക്കും